കണ്ടാൽ വളരെ ക്യൂട്ടാണ്. ആർക്കും ഒന്ന് തൊട്ടു നോക്കാൻ തോന്നും. എന്നാൽ തൊട്ടു കഴിഞ്ഞാലോ കളി മാറും. ആരെക്കുറിച്ചാണ് പറയുന്നതെന്നല്ലേ? വേറെ ആരുമല്ല, കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിൽ കണ്ടെത്തിയ ബ്ലൂ ഡ്രാഗൺസ് എന്ന കടൽപ്പുഴുക്കളെ കുറിച്ചാണ് പറയുന്നത്. പേര് പോലെ തന്നെ നീല നിറത്തിലുള്ള ഈ ഡ്രാഗൺ കാണുമ്പോൾ വളരെ ആകർഷണീയമാണെങ്കിലും വിഷാംശമുള്ള കടൽ ജീവിയാണ്. ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ നീല ഡ്രാഗണുകളുടെ കുത്തേൽക്കുന്നത് കുട്ടികൾക്കും പ്രായമായവരിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. കുത്തേറ്റ ഭാഗത്ത് അതികഠിനമായ വേദന, തലകറക്കം, ഛർദി, അലർജി, ചുവന്ന തടിക്കൽ, ശരീരം കറുത്തു തടിക്കുക അടക്കമുള്ളവയാണ് ഇവയുടെ കുത്തേൽക്കുമ്പോൾ അനുഭവപ്പെടാറുള്ളത്. ഇവ ഇരകളാക്കുന്ന ചെറുജീവികളായ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ എന്നിവ അടക്കമുള്ളവയാണ് ഈ നീല ഡ്രാഗണുകൾക്ക് വിഷം നൽകുന്നത്. സാധാരണഗതിയിൽ പുറംകടലിൽ മാത്രം കണ്ടുവരുന്ന ഇവയെ അടുത്തിടെയാണ് ബസന്ത് നഗറിലെ കടൽ തീരത്ത് കണ്ടെത്തിയത്. കൊടുങ്കാറ്റ്, കനത്ത മഴ തുടങ്ങിയ പ്രതിഭാസങ്ങളെ തുടർന്നാവാം ഇവ കടൽ തീരത്തേക്ക് എത്തിയതെന്നാണ് ഗവേഷകരുടെ നിരീക്ഷണം. ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള 50ഓളം നീല ഡ്രാഗണുകളെ ബസന്ത് നഗറിലെ കടൽ തീരത്ത് കണ്ടെത്തിയത്. ഭൂരിഭാഗവും നീല ഡ്രാഗണുകൾ ജീവനോടെയാണ് ഉണ്ടായിരുന്നത്. സമുദ്രജലത്തിൽ തലകീഴായി കിടക്കുന്ന ഇവയുടെ ചലനത്തിന് സഹായിക്കുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീല ഡ്രാഗണിന് ശരാശരി 3 സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാകുക. അനുകൂല കാലാവസ്ഥയിൽ 1 വർഷത്തോളമാണ് ഇവയുടെ ആയുർദൈർഘ്യമെങ്കിലും കടുത്ത ചൂടിനെ അതിജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ ഏറെക്കാലം ചെന്നൈ തീരത്ത് കാണില്ലെന്നുമാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു കടൽ ജീവിയെ കൂടി നാം കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരം രസകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.